കഴിഞ്ഞ രാത്രി ചേർന്ന പ്രത്യേക യോഗത്തിൽ കോൺഗ്രസ് നേതാക്കൾ ചർച്ച ചെയ്തത് സുപ്രധാന വിഷയങ്ങളാണ്. സമരാഗ്നി യാത്ര കഴിഞ്ഞ അതേ ദിവസം തന്നെയാണ് നേതാക്കൾ യോഗം ചേർന്നിരിക്കുന്നത്. കെ.സി. വേണുഗോപാൽ ഉൾപ്പെടെ പങ്കെടുത്ത പ്രതിപക്ഷ നേതാവിന്റെ വസതിയിലെ യോഗത്തിൽ കോൺഗ്രസിന് അടിതെറ്റാനിടയുള്ള മണ്ഡലങ്ങളായിരുന്നു ചർച്ചാ വിഷയം. തെരഞ്ഞെടുപ്പ് വിജയം അത്ര എളുപ്പമാകില്ലെന്നും യോഗം വിലയിരുത്തി. രാഷ്ട്രീയ തന്ത്രജ്ഞൻ സുനിൽ കനുകോലു കോൺഗ്രസിന്റെ വിജയ സാധ്യതകൾ സംബന്ധിച്ച റിപ്പോർട്ട് യോഗത്തിൽ അവതരിപ്പിച്ചു എന്നാണ് വിവരം. കോൺഗ്രസ് മത്സരിക്കുന്ന 16 മണ്ഡലങ്ങൾ സംബന്ധിച്ചുള്ള ചിത്രം കനുകോലുവിന്റെ റിപ്പോർട്ടിലുണ്ട്. ഇതിൽ 6 മണ്ഡലങ്ങളിൽ കോൺഗ്രസിന് പരാജയം നേരിട്ടേക്കാമെന്നും മുന്നറിയിപ്പുണ്ട് എന്നാണ് വാർത്തകൾ. പക്ഷേ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ പറയുന്നത് മറ്റൊന്നാണ്. പാർട്ടി പ്രവർത്തകരെ സജീവമാക്കാനും പിണറായി വിജയൻ സർക്കാരിനെതിരായ വികാരം ശക്തിപ്പെടുത്താനുമാണ് കോൺഗ്രസ് സമരാഗ്നി യാത്ര സംഘടിപ്പിച്ചത്. വി.ഡി. സതീശനും കെ.പി.സി.സി. അധ്യക്ഷൻ കെ. സുധാകരനും ഒരുമിച്ച് നയിച്ച യാത്ര കാസർഗോഡ് നിന്ന് തുടങ്ങി തിരുവനന്തപുരം വരെ എത്തിയപ്പോഴേക്കും നേതാക്കൾക്കിടയിലെ അസ്വാരസ്യം പലപ്പോഴായി പ്രകടമായി തുടങ്ങിയിരുന്നു. യാത്രക്കിടെയുണ്ടായ അസ്വാരസ്യങ്ങൾ വിപരീത ഫലം ചെയ്തുവെന്നാണ് വിലയിരുത്തൽ. പാർട്ടിയിലുള്ളവർ തന്നെ നേതാക്കളുടെ പോരിനെ വിമർശിച്ച് രംഗത്ത് വന്നു. മാത്രമല്ല, സമാപന സമ്മേളനത്തിൽ ദേശീയഗാനം ചൊല്ലുന്നതിനിടെയുണ്ടായ പാളിച്ചയും വിമർശനത്തിന് ഇടയാക്കി. ഇതിന് പിന്നാലെയാണ് തോൽവി ഭയക്കുന്ന മണ്ഡലങ്ങൾ സംബന്ധിച്ച വിവരങ്ങൾ പുറത്തുവന്നത്. ആന്റോ ആന്റണിയുടെ പത്തനംതിട്ട മണ്ഡലത്തിൽ തോൽവിക്ക് സാധ്യതയുണ്ടെന്നാണ് കനുകോലുവിന്റെ റിപ്പോർട്ട്. കൊടിക്കുന്നിൽ സുരേഷിന്റെ മാവേലിക്കര, ബെന്നി ബെഹനാന്റെ ചാലക്കുടി, ടി.എൻ. പ്രതാപന്റെ തൃശൂർ, വി.കെ. ശ്രീകണ്ഠന്റെ പാലക്കാട്, രമ്യ ഹരിദാസിന്റെ ആലത്തൂർ എന്നീ മണ്ഡലങ്ങളിലും തോൽവിക്ക് സാധ്യതയുണ്ടെന്നാണ് റിപ്പോർട്ട്. അതേസമയം ഇത്തരമൊരു റിപ്പോർട്ടില്ല എന്നാണ് വി.ഡി. സതീശൻ പ്രതികരിച്ചത്. കെ.പി.സി.സി. അധ്യക്ഷനും താനും ഇങ്ങനെ ഒരു റിപ്പോർട്ട് കണ്ടിട്ടില്ല. പിന്നെ എങ്ങനെ മാധ്യമങ്ങൾ കണ്ടു? 20 സീറ്റിലും ജയിക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനം നടത്തുന്നുണ്ട്. കഴിഞ്ഞ തവണ 19 സീറ്റിൽ UDF വിജയിച്ചു. ഇത്തവണ ആ സാഹചര്യത്തിൽ മാറ്റം വന്നിട്ടില്ലെന്നും വി.ഡി. സതീശൻ പ്രതികരിച്ചിട്ടുണ്ട്. പത്തനംതിട്ട, മാവേലിക്കര മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികൾ മാറാനുള്ള സാധ്യതയും തള്ളാനാകില്ല. സിറ്റിംഗ് എംപിമാരെ മാറ്റി നിർത്തി മത്സരിച്ചാൽ അബിൻ വർക്കി, വി.ടി. ബൽറാം എന്നിവർക്ക് സ്ഥാനാർത്ഥിത്വം ലഭിച്ചേക്കാം. വയനാട് മണ്ഡലത്തിൽ രാഹുൽ ഗാന്ധി മത്സരിക്കുമോ, കണ്ണൂർ, ആലപ്പുഴ മണ്ഡലങ്ങളിൽ ആര് മത്സരിക്കണം എന്നീ കാര്യങ്ങളിലും അടുത്ത തിങ്കളാഴ്ചയ്ക്കകം അന്തിമ തീരുമാനമുണ്ടാകുമെന്നാണ് കോൺഗ്രസ് വൃത്തങ്ങൾ പറയുന്നത്. രാഹുൽ ഗാന്ധി ഉൾപ്പെടെ 15 സിറ്റിംഗ് എംപിമാരുടെ പേരുകളാണ് സ്ഥാനാർത്ഥി പട്ടികയിൽ ഇടം പിടിച്ചിരിക്കുന്നത്. എന്നാൽ അതിൽ ആലപ്പുഴ, കണ്ണൂർ, വയനാട് സീറ്റുകളിൽ ഇതുവരെ അന്തിമ തീരുമാനമായിട്ടില്ല. വയനാട്ടിൽ അവസാന വാക്ക് രാഹുൽ ഗാന്ധിയുടേതാണ്. പക്ഷേ ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായ CPI-ക്കെതിരെ രാഹുൽ മത്സരിക്കുന്നതിലെ വൈരുദ്ധ്യങ്ങൾ ചൂണ്ടിക്കാണിക്കപ്പെടുന്ന പശ്ചാത്തലത്തിൽ ഇതിൽ കൂടിയാലോചനകൾക്ക് ശേഷമാവും തീരുമാനം. മത്സരിക്കുന്നതിൽ തെറ്റില്ലെന്നാണ് കോൺഗ്രസിന്റെ അഭിപ്രായം. ഒപ്പം രാഹുൽ ഗാന്ധി വീണ്ടും കേരളത്തിൽ മത്സരിക്കുമ്പോൾ കഴിഞ്ഞ തവണത്തെ നേട്ടം ആവർത്തിക്കാമെന്നും നേതൃത്വം കണക്കുകൂട്ടുന്നുണ്ട്. കണ്ണൂരിലാവട്ടെ മത്സരചിത്രം തെളിഞ്ഞിട്ടില്ലെന്ന് മാത്രമല്ല, സുധാകരന് പുറമെ 2 പുതിയ പേരുകൾ കൂടി ഉയർന്നു വന്നിട്ടുമുണ്ട്. കെ. സുധാകരന്റെ അടുത്ത അനുയായിയായ ജയന്തിനെ മത്സരിപ്പിക്കുന്നതിനോട് മുതിർന്ന നേതാക്കളായ രമേശ് ചെന്നിത്തല, പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ എന്നിവർക്ക് ഒട്ടും തന്നെ താല്പര്യമില്ല. ഇതിനിടെ യൂത്ത് കോൺഗ്രസ് നേതാവ് VP അബ്ദുൾ റഷീദും മണ്ഡലത്തിൽ പരിഗണിക്കപ്പെടുന്നവരുടെ പട്ടികയിലുണ്ട്. ഇവിടെ സുധാകരൻ മത്സരിക്കുമെന്ന് തന്നെ ഉറച്ചു വിശ്വസിക്കുന്ന ഒരു വിഭാഗം തന്നെയുണ്ട്. ഇല്ലെന്ന് പറഞ്ഞെങ്കിലും നേതൃത്വത്തിന്റെ നിർബന്ധത്തിന് വഴങ്ങി സുധാകരൻ ഒരു വട്ടം കൂടി തെരഞ്ഞെടുപ്പ് ഗോദയിലേക്ക് ഇറങ്ങുമെന്നാണ് ഒരു വിഭാഗം പ്രവർത്തകരുടെ വിശ്വാസം. എന്നാൽ കെ.പി.സി.സി. അധ്യക്ഷ സ്ഥാനം കൈവിട്ടു പോകുന്നതിൽ സുധാകരന് വിമുഖത ഉണ്ടെന്നാണ് അടുത്ത വൃത്തങ്ങൾ നൽകുന്ന സൂചന. ഏതായാലും അന്തിമ തീരുമാനമറിയാൻ തിങ്കളാഴ്ച വരെ കാത്തിരിക്കാം.